അല്ല, ഇങ്ങനൊരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ രാജിവെക്കുന്നത് നല്ലതാണെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് തന്നെ രാജിവെച്ചു. അല്ല, ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും രാജിവെക്കണം തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചിരുന്നു. അത് യഥാർത്ഥത്തിൽ വളരെ വലിയൊരു വിഷയമാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്ത് തീർക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ലത്. എനിക്കേറെ പറയാനുണ്ട്. ഞാൻ ഒരു സമയത്തും മാധ്യമങ്ങളോട് ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് എന്നോട് ചോദിക്കുന്നതും ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നതും. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ, ഒരു സാധാരണ പ്രൊഫഷണൽ മാനേജർ എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിക്കുന്ന ഏതു ജോലിയും സത്യസന്ധമായും കൃത്യമായും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. കശുവണ്ടി വികസന കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കാലത്തും തൊഴിലാളികൾക്ക് തുടർച്ചയായിട്ട് ജോലി കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ അമ്മാവൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ആദ്യം എന്നോട് പറയുന്നത്, ഇവർക്ക് സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് ജോലി കൊടുക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണം. അപ്പോൾ അന്ന് തുടങ്ങിയ, ഞാൻ MBAക്ക് പഠിക്കുന്ന കാലത്താണത്, അത് തുടങ്ങിയ ഒരു നിരന്തരമായ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ MD ആവുമ്പോൾ തുടർച്ചയായിട്ട് ജോലി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഒരു വളരെ വ്യക്തമായ കാര്യം, എൻ്റെ കാലഘട്ടത്തിൽ നടന്ന ജോലി, അതുപോലെ തന്നെ ടേൺ ഓവർ അതിന് മുമ്പും അതിനു പിമ്പും ഒരു കാലത്തും നടന്നിട്ടില്ല. അപ്പോൾ അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ബോർഡിന് ഗവൺമെന്റ് ഓർഡർ പ്രകാരം തന്നെ നൽകിയിട്ടുണ്ട്. അതനുസരിച്ചാണ് അവിടെ ജോലി നടന്നത്. ഞാൻ 11 കൊല്ലം അവിടെ MD ആയിട്ടിരുന്നു. ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ തുടർച്ചയായിട്ട് ജോലി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം അനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഈ ഡയറക്ടർ ബോർഡിൽ ഭരണകക്ഷി പ്രതിപക്ഷ അംഗങ്ങളെല്ലാം തന്നെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിന്റെ നോമിനി ഉണ്ടാവും, ഫിനാൻസിന്റെ നോമിനി ഉണ്ടാവും. ഇവരെല്ലാവരും തന്നെ ഉണ്ടാവും. ഒരിക്കൽ പോലും ഈ 11 കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ബോർഡിൽ ഒരു ഡിസന്റ് നോട്ട് പോലും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആരോപണങ്ങൾ ഇപ്പോൾ ഈ പറയാൻ തുടങ്ങിയതുപോലെ തന്നെ അന്നും പല ആരോപണങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏറെ പരിമിതികളുണ്ട് പ്രതികരിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഒന്നും എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ പരാതിയും അത് തന്നെയാണ്. എൻ്റെ ഭാഗം കേൾക്കാൻ ആരും തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ അന്വേഷണങ്ങൾ നടത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവര് ഒരു തൊഴിലാളി പോലും അക്കാലത്ത് എന്നെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയാൻ തയ്യാറല്ലായിരുന്നു. കാര്യം എൻ്റെ ലക്ഷ്യം തന്നെ തുടർച്ചയായ ജോലിയും കൂലിയും അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അത് സാധിച്ചു എന്നുള്ളതിനകത്ത് എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. പിന്നെ ഈ കേസ് കോടതിയിൽ വരികയും കോടതിയിൽ വന്നതിന് ശേഷം CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ അവസരത്തിലും ഞാനൊരക്ഷരവും പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരന്വേഷണമല്ലേ, അന്വേഷണം നടക്കട്ടെ, നടന്നാലോ അതിനകത്തൊന്നുമില്ല എന്നുള്ളതിനെക്കുറിച്ച് ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഒരു കാലത്ത് ഞാൻ അതിനെതിരായിട്ട് കോടതിയിൽ പോവുകയോ അത് സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഹൈക്കോടതിയുടെ തീരുമാനമാണ്, ഞാൻ അത് അംഗീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തി ചാർജ് കൊടുത്തു. ഈ ചാർജിനകത്ത് 4 ചാർജുകളാണ് പറയുന്നത്. ഈ ചാർജിനകത്ത് ഒന്നും തന്നെ ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെന്നോ അതിന് തെളിവുണ്ടെന്നോ ഒന്നും അതിനകത്ത് പറയുന്നില്ല. അവിടെ ജനറലായിട്ട് അന്വേഷണത്തിനകത്ത് പറയുന്നത് പോലെ പെക്യൂനിയറി ബെനിഫിറ്റ്, കാഷ്യൂ കോർപ്പറേഷന് ലോസ് ഉണ്ടായി, ഇതിന്റെ കൗണ്ടറായിട്ടുള്ള ബെനിഫിറ്റ് ഈ സപ്ലയർക്ക് കിട്ടി എന്നുള്ള തരത്തിലാണ് പറയുന്നത്. പക്ഷേ വസ്തുതാപരമായി ഇതിനകത്ത് കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആരംഭ കാലഘട്ടം മുതൽ തന്നെ ഇത് നഷ്ടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് പോളിസിയിൽ തന്നെ പറയുന്നു, പരമ്പരാഗത വ്യവസായത്തിനെ ലാഭത്തിന്റെ ആംഗിളിൽ കൂടെ മാത്രം കാണാൻ കഴിയില്ല. അത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥിരമായി ജോലി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ അജണ്ട. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എന്നോട് പറഞ്ഞ ജോലിയാണ് ഞാൻ കൃത്യമായിട്ട് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് 3 ഗവൺമെന്റുകളുടെ കാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്.
അതിനകത്ത് ഉണ്ടായിരുന്ന ചെയർമാൻ ഇ കാസിം അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷം 2012 മുതൽ 2015 വരെ ചന്ദ്രശേഖരൻ സാറ് INTUC പ്രസിഡന്റ് അവിടെ വന്നു. ഞാൻ നിങ്ങളോട് തുറന്നൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. UDF ഭരണകാലത്ത് ഒരിക്കലും കശുവണ്ടി വികസന കോർപ്പറേഷനിൽ ജോലി നടന്നിട്ടില്ല. നിങ്ങൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാലത്തും നടന്നിട്ടില്ല. അപ്പൊ ശക്തനായ ഒരു ചെയർമാൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ അടുക്ക റിക്വസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഞാനാണ്. അത് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ വലിയ ഒരു ഉപദ്രവമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ 3 കൊല്ലം 11 കൊല്ലം എന്റേതുണ്ട്, 10 കൊല്ലം CBI അന്വേഷിച്ചു. അതിനുശേഷം 3 കൊല്ലം മാത്രം അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ചന്ദ്രശേഖരൻ സാറിനെതിരെയും ധാരാളം ആക്ഷേപങ്ങൾ പറയുക. അപ്പൊ ഇതിനകത്തു നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്, ടാർഗറ്റ് എങ്ങോട്ടാണെന്ന്. എന്ത് ചെയ്തു എന്നുള്ളതിനുപരിയായിട്ട് പുകമറ സൃഷ്ടിക്കുക എന്നുള്ള ഒരു വിഷയം മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ഖാദി ബോർഡിൽ വന്നിട്ട് 6 കൊല്ലത്തോളമായി. ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ കാലങ്ങളിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാപനമായിട്ട് മാത്രമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷമാണ് തൊഴിലാളിക്ക് തുടർച്ചയായ ജോലിയും കൂലിയും കൊടുക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് എന്ന് എല്ലാ ഉദ്യോഗസ്ഥരും പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ 23 കൊല്ലത്തെ അനുഭവത്തിനിടയ്ക്ക് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥയും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ സമീപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി ചെയ്യുന്ന സമയത്തിൽ ആ എൻവയോൺമെന്റ് മാനേജ് ചെയ്യുക എന്നുള്ള പ്രവൃത്തി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കശുവണ്ടി വികസന കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് കാലാകാലങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്ന പൈസ, ആ പൈസയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ബാങ്കിൽ കൊണ്ടിട്ടാൽ ആ പൈസ അവർ ESI PF ഇതുപോലുള്ള സാധനങ്ങളെല്ലാം അവർ റിക്കവർ ചെയ്ത് കൊണ്ടുപോകും. ഇതെല്ലാം ഓവർകം ചെയ്താണ് ഞാൻ ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോരുന്നത്. ഞാൻ വളരെ വ്യക്തമായി വിനയത്തോടുകൂടി ഞാൻ ചോദിക്കുകയാണ്, ഇതുപോലെ ഞാൻ നടത്തിയതുപോലെ ജോലി നടത്താൻ ആരെയെങ്കിലും കഴിയുമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. എൻ്റെ പ്രൊഫഷണൽ മാനേജ്മെന്റ്, നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, കാശ് ഇല്ലാതെ എങ്ങനെ ഇത് നടത്തും, ഫുൾ സിംഗിൾ നടത്തി എന്നുള്ളതാണ് എൻ്റെ പേരിൽ ആക്ഷേപമായിട്ട് വരുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊരു കുറ്റവും പറയുന്നില്ല. പക്ഷേ നമ്മളുടെ വ്യവസ്ഥതയിൽ, നിയമവ്യവസ്ഥയിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി അതിനെ ഞാൻ നിയമപരമായി തന്നെ നേരിടും. അതുപോലെ തന്നെ പല അവസരങ്ങളിലും പ്രഥമ ദൃഷ്ടിയാ കേസുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ CBIയുടെ ചാർജ് ഷീറ്റ് എടുത്ത് വായിച്ചു നോക്കണം. അതിനകത്ത് എവിടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധിക്കകത്ത് പ്രഥമ ദൃഷ്ടിയാ കേസുണ്ടെന്ന് എന്നാണ് പറയുന്നത്. ഇത് പച്ച കള്ളമാണ്. പ്രഥമ ദൃഷ്ടിയാ കേസുണ്ടെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ചില പ്രത്യേക ദുഷ്ടലക്ഷ്യത്തോടു കൂടിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റെടുത്ത ജോലികൾ സത്യസന്ധമായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വളരെ ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ നമ്മുടെ കേരളത്തിലെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമുള്ള ആളുകൾ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഏത് വിഷയം പറഞ്ഞാലും അതിനകത്ത് അഭിപ്രായമുള്ള ആളുകളുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എനിക്കെതിരെ സുപ്രീം കോടതി വരെ കേസ് നടത്താൻ ഒരു സാധാരണക്കാരന് ഒരു വരുമാനവും ഇല്ലെന്ന് പോലീസ് സർട്ടിഫിക്കേഷൻ വരെ നടത്തിയ ഒരാളിന് ഇതിനുള്ള വരുമാനം എവിടുന്ന് കിട്ടുന്നു? അത് തീർച്ചയായിട്ടും ഒരു അന്വേഷണ ഉത്സുകതയോടുകൂടി തന്നെ അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇയാൾക്ക് എവിടുന്നാണ് ഈ വലിയ വക്കീലന്മാരെ വെക്കാനുള്ള? എനിക്ക് അയാൾ ഏത് വക്കീലിനെ വെച്ചാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതിനുള്ള വരുമാനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? ഇതിന് വസ്തുതാപരമായി അന്വേഷിക്കണ്ടേ? ഒരു കംപ്ലൈന്റ് പറയാനും അതിന്റെ പുറകെ നടക്കാനും എല്ലാ അവകാശമുണ്ട്. പോലീസ് വെരിഫൈ ചെയ്തിട്ട് എനിക്ക് തന്ന റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഇയാൾക്ക് യാതൊരു വിധത്തിലുള്ള വരുമാനവും ഇല്ലെന്ന്. അങ്ങനെയുള്ള ഒരാള് സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തുന്നു. എങ്ങനെ? വളരെ വ്യക്തമാണത്. അത് INTUC പ്രസിഡന്റായിട്ടുള്ള ചന്ദ്രശേഖരൻ സാറിനെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന പണിയാണ്. അതിന് സ്പോൺസർ ചെയ്യാൻ സംഘടനയെ തന്നെയുള്ള അദ്ദേഹത്തിന്റെ എതിരാളികളുണ്ട്. ഇതാണ് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത്. വളരെ സ്പെസിഫിക് ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ധാരാളം ഉണ്ട്. ഇത് ഏത് മാധ്യമ പ്രവർത്തകർ എന്നോട് സൗകര്യമായിട്ട് ചോദിച്ചാലും ഞാൻ വിശദമായിട്ട് പറയാം.
രാഷ്ട്രീയ പകപോക്കലെന്ന് പറയാൻ പറ്റത്തില്ല. INTUC-ക്കകത്തുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുള്ള ചില ആളുകൾ തമ്മിലുള്ള ഇഷ്യൂ അത് പരസ്പരം ഉള്ള നിങ്ങൾക്കറിയാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന്റെ ഭാഗമായി ടാർഗറ്റ് ചെയ്ത് INTUC പ്രസിഡന്റ് ആകാൻ താല്പര്യമുള്ളവർ അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യുന്നു. പിന്നെ ഉദ്യോഗസ്ഥനകത്ത് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ചില സമയത്ത് നമുക്ക് എല്ലാവരും പറയുന്നത് കേൾക്കാൻ കഴിയില്ല. അങ്ങനെ എന്നോട് വിരോധമുള്ളവരുണ്ടാവും, അസൂയുള്ളവർ കാണും. ഇങ്ങനെ പല ആളുകളും ചേർന്നുള്ള ഒരു കോക്കസിന്റെ ഭാഗമാണെന്നേ പറയൂ. ഇതിനകത്ത് രാഷ്ട്രീയമല്ല. ഉണ്ട്. ഞാൻ കോടതിയെ സമീപിക്കും. കാരണം കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല. എങ്കിലും പ്രോസിക്യൂഷൻ സാങ്ഷൻ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്റെ മാത്രം അവകാശത്തിൽപ്പെട്ടതാണ്. അത് അവൈലബിൾ ആയിട്ടുള്ള രേഖകൾ പരിശോധിച്ചതിന് ശേഷം പ്രോസിക്യൂട്ടബിൾ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തത് എങ്ങനെയാണെന്നും നിങ്ങൾക്കൊക്കെ അറിയാം. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. അതിനകത്ത് ഞാൻ അപ്രോപ്രിയേറ്റ് ഫോറത്തിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഇല്ല, അങ്ങനൊന്നുമില്ല. 6 കൊല്ലം സേവനം ചെയ്ത ഒരു സ്ഥലമല്ലേ. അപ്പോൾ പിന്നെ പല അവസരങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതുപോലെ അത്രയും മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.